ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് അങ്ങനെ കഠിനമായ ഡയറ്റും കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ലൈഫ് ടൈം കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ ഒരു ഡയറ്റാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഡയറ്റ് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പോകുന്നു. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ആ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിയോണ. ഞാനിപ്പോൾ താമസിക്കുന്നത് പൂനെയിലാണ്, നാട്ടിൽ കണ്ണൂരാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് 3 മാസം കൊണ്ട് ഏകദേശം ഒരു 5.5-6 കിലത്തിൻ്റെ അടുത്ത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനൊരു ഡയറ്റീഷ്യനോ അങ്ങനെയൊന്നുമല്ല, എനിക്ക് വർക്കായ കാര്യമാണ് ഞാൻ പറയുന്നത്. 3 മാസം കൊണ്ട് 5 കിലോ കുറയാന്ന് പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ചിലവരെല്ലാം 1 മാസം കൊണ്ട് 4 കിലോ എല്ലാം കുറക്കുന്നവരുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ ഡയറ്റിംഗ് എന്ന് പറയുന്നത് അത്ര ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഒന്നല്ലായിരുന്നു. എല്ലാ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഡയറ്റിങ്, പിന്നെ കുറച്ച് വർക്കൗട്ട്, പിന്നെ ഉറക്കം, ഈ 3 കാര്യങ്ങൾ എന്തായാലും വേണം. അപ്പോൾ നമ്മൾ നവംബർ മുതൽ ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുതലാണ് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തതിന്. അപ്പോൾ അവരവിടെ നിന്ന് നമുക്കൊരു ഡയറ്റ് ചാർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല, സത്യം പറയാലോ. നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കംപ്ലീറ്റ് ഷുഗർ കട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഷുഗർ കട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഷുഗർ കഴിക്കണം എന്ന് തോന്നുമ്പോൾ, എന്തെങ്കിലും മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ മധുരം കഴിക്കലുണ്ട്. പക്ഷേങ്കിൽ റൈസ് കുറച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും അരി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് എന്തായാലും ചപ്പാത്തി ആയിരിക്കും. പിന്നെ നൈറ്റിൽ റൈസ് എന്തായാലും ഇല്ല. അതുപോലെ ഇത് രാവിലെ എന്തെങ്കിലും സ്മൂത്തി അങ്ങനെയെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് കുറച്ച് റൈസ് ചിലപ്പം കഴിക്കും, ചിലപ്പോൾ കഴിക്കലും. ഡിന്നർ എങ്ങനെയായാലും ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ വെള്ളം നല്ലോണം കുടിക്കണം. 2 ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കണം. പിന്നെ രാവിലെ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മറ്റേ ചൂടുവെള്ളത്തിൽ കുറച്ച് നാരങ്ങാ നീരും ഹണിയും ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കലുണ്ട്. അതിന് ശേഷം പിന്നെ ഡെയിലി ഓരോ മുട്ട എന്തായാലും കഴിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നെങ്കിൽ ഓട്സിൻ്റെ സ്മൂത്തി അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ റാഗീൻ്റെ ദോശ, അല്ലെങ്കിൽ നോർമൽ ഇഡ്ഡലി, എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഉച്ചക്ക് വന്നിട്ട് ചപ്പാത്തിയും ചിക്കനും അങ്ങനെ എന്തെങ്കിലും. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ നമ്മളെ കുക്കുംബർ എന്തായാലും ആഡ് ചെയ്യലുണ്ട്, അത് മസ്റ്റായിട്ട് ഉണ്ടായലുണ്ട്. പിന്നെ വൈകുന്നേരം ഇത് സാലഡ് പോലെ എന്തെങ്കിലും ആക്കും, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും. ഇത് റൈസ് ഇല്ലാണ്ട് എന്തെങ്കിലും അങ്ങനെയാണ് കഴിക്കല്. പിന്നെന്താ വെച്ചാൽ പെട്ടെന്ന് തടി കുറയണമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. നമ്മൾ ഡെയിലി വെയിറ്റ് നോക്കുമായിരുന്നു. അതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഒരു മനസ്സിനൊരു സുഖം. പിന്നെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് രാവിലെ നോക്കുന്ന വെയിറ്റ് ആയിരിക്കില്ല ചിലപ്പം വൈകുന്നേരം നോക്കുമ്പോൾ ഉണ്ടാകുക. പക്ഷേങ്കിൽ രാവിലത്തെ വെയിറ്റ് ആണല്ലോ നമ്മൾ കണക്കിലെടുക്കുക. അപ്പോൾ പിന്നെ ഇപ്പോൾ വെയിറ്റ് ഇങ്ങനെ ഒരു ഇതിൽ അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഫുഡ് നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ കംപ്ലീറ്റ് എന്താ പറയുക, അങ്ങനെ ഡയറ്റ് നോക്കുന്ന പോലെ പോകും. പിന്നെ ശനിയും ഞായറും കുറച്ചൊന്ന് ഇതാക്കും, ബിരിയാണിയും എല്ലാം കഴിക്കലുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചത് ഓയിലി ഫുഡാണ്. മീൻസ് പൊരിച്ചെടുക്കുന്ന കുറേ പൂരിയൊന്നും കഴിക്കലേ ഇല്ല. പൂരി പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ളത് ഭയങ്കര കുറവാണ് കഴിക്കുന്നത്. ഇപ്പം അടുത്താണ് പിന്നെ കുറച്ചെങ്കിലും കഴിച്ചത്. അല്ലാണ്ട് എണ്ണയിലുള്ള ഭക്ഷണങ്ങൾ ഭയങ്കര കുറവാണ്. പിന്നെ ആലു ഒഴിവാക്കി, ഉരുളക്കിഴങ്ങും അങ്ങനെ കഴിക്കില്ല. ബാക്കിയെല്ലാം നമ്മൾ മാക്സിമം കഴിക്കലുണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ വിചാരിക്കും ഇതാരാന്ന്. അപ്പം ഞാനും രായിഷനും നമ്മൾ ഒരുമിച്ചാണ് ഡയറ്റ് എടുക്കുന്നത്. അപ്പോൾ എന്നെക്കാളും കൂടുതൽ ഇവരൊക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നാലും കുറച്ച് കുറവാണ് കുറയൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഡിന്നർ കുറച്ച് നേരത്തെ തന്നെ കഴിക്കുക. മാക്സിമം ഒരു 8 മണിക്കുള്ളിൽ തന്നെ കഴിച്ച് തീർക്കാൻ ശ്രമിക്കുക. പിന്നെ ഫുഡ് കഴിക്കാണ്ടിരിക്കുക. പിന്നെ നമ്മൾ ജിമ്മിൽ ഒരു 1.5 മണിക്കൂർ അങ്ങനെയുള്ളതാണ് ഉണ്ടാകുക. വർക്കൗട്ട് 1.5 മണിക്കൂർ അങ്ങനെയുള്ളതാണ് വരിക. ജിമ്മിന് പോകാത്തവരാണെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് വർക്കൗട്ട് ചെയ്താലും മതി. മെയിൻലി നമുക്ക് നമ്മളെ വെയിറ്റ് ഒന്ന് സെറ്റായിന് തോന്നുന്നത് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ചെല്ലാം ലൂസായിട്ടുണ്ടാവും. അല്ലാണ്ട് ചിലപ്പോൾ വെയിറ്റ് പെട്ടെന്നൊന്നും ഓരോ ആൾക്കാരത് കുറയണമെന്നില്ല. ചിലവർക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും, ചിലവർക്ക് മെല്ലിയ ഉണ്ടാവും. എനിക്കെല്ലാം മെല്ലിയുള്ള റിസൾട്ട്. പക്ഷേങ്കിൽ നമ്മളെ ബോഡി മെഷർമെൻറ്റ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നമുക്കത് മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു കാര്യം മസ്റ്റാണ്. കാരണം ഇത് പെട്ടെന്നൊന്നും കുറയില്ല, മെല്ലെ മെല്ലെ കുറയും. വയറെല്ലാം ഭയങ്കര അവസാനേ കുറയും. ഫസ്റ്റ് മുഖത്തിലെ ഫാറ്റാണ് കുറയുക. അപ്പോൾ പിന്നെ 1 മാസം കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ജിമ്മിന് പോയാലും നമ്മളിങ്ങനെ നോക്കുക എന്നല്ലാണ്ട് മെല്ലെ മെല്ലെ കുറയും. അതുകൊണ്ട് പിന്നെ
പെട്ടെന്ന് വെയിറ്റ് കുറയണമെന്ന് വെച്ചാൽ വേറെ എന്തൊക്കെയല്ലോ ഡയറ്റുകളില്ലേ അതെല്ലാം ചെയ്യേണ്ടി വരും. അല്ലാണ്ട് നോർമലായിട്ട് ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് അങ്ങനെ കഠിനമായ ഡയറ്റും കാര്യമൊന്നുമല്ല. ഇത് നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ ഒരു ഡയറ്റാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളോട് ആരെങ്കിലും വെയിറ്റ് കുറഞ്ഞ് എന്നൊക്കെ മെലിഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ എനിക്ക് ഡയറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും. കാരണം ഫുഡ് കൺട്രോൾ ചെയ്യാൻ കുറച്ചൊരു പാടാണ്. കാരണം എനിക്ക് ഇടക്കിടക്ക് തിന്നൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കുറച്ചായിട്ട്. അപ്പോൾ അത് കുറച്ചൊരു പണിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരെ കൊണ്ടും വെയിറ്റ് കുറക്കാൻ പറ്റും. പിന്നെ ഷുഗറും ഒന്ന് കൺട്രോൾ ചെയ്യുക, കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കരുത്. എപ്പോഴെങ്കിലും കഴിക്കാൻ തോന്നിയാൽ നമുക്ക് വേണ്ടിക്ക് ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ കുറച്ച് ഐസ്ക്രീമോ അല്ലെങ്കിൽ മധുരം ഇട്ടിട്ടൊരു ചായയെല്ലാം കുടിക്കുക. അല്ലാണ്ട് ഡെയിലി കുടിക്കരുത്. പിന്നെ ഞാൻ ചായയും കുടിക്കും കോഫിയും കുടിക്കും, അത് രണ്ടും കുടിക്കലുണ്ട്. പക്ഷേ എങ്കിൽ രണ്ടിലും പഞ്ചസാര ഇടൂല. അപ്പോൾ അതെല്ലാം ഒന്ന് ഒഴിവാക്കുക. നമ്മൾ ഡെയിലി ചെയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങളിൽ ഒന്ന് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ തന്നെ വെയിറ്റ് എന്തായാലും കുറയും, മാറ്റം ഉണ്ടാവും. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും മാക്സിമം കുക്കിംഗ് വീഡിയോ തന്നെയാണ് എൻ്റെ ഉണ്ടായാൽ. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എൻ്റെ ആ ഒരു ഡയറ്റിങ്ങിൻ്റെ ആ ഒരു ഇരിപ്പ് വശന്ന്. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് എന്നിട്ട് വെയിറ്റ് കുറയും എന്നുള്ളത്. കുറച്ചായിട്ട് കഴിക്കുക, എല്ലാം കഴിക്കുക, പക്ഷേ കുറച്ച് നമ്മളെ ഡയറ്റിലേക്ക് ഫ്രൂട്ട്സും വെജീസ് എല്ലാം കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.